പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 പേജ് നമ്പർ 196 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഇഫ് 1/4 കിലോഗ്രാം ഓഫ് ഫ്ലോർ ഈസ് യൂസ് ടു മേക്ക് 12 റൊട്ടീസ്, ഹൗ മച്ച് ഫ്ലോർ ഈസ് യൂസ് ടു മേക്ക് 6 റൊട്ടീസ്? അപ്പോൾ 12 റൊട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടി 1/4 കിലോഗ്രാം ഫ്ലോർ യൂസ് ചെയ്യുകയാണ് എങ്കിൽ 6 റൊട്ടീസിന് എത്ര ഫ്ലോർ യൂസ് ചെയ്യണമെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 12 റൊട്ടീസിന് 1/4 കിലോഗ്രാം ആണല്ലേ. ഇവിടെ നമുക്ക് ആദ്യം 1 റൊട്ടിയുടെ കണ്ടുപിടിക്കുകയാണ് എങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് 6 റൊട്ടീസിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലോർ ഫോർ 12 റൊട്ടീസ് ഈസ് ഈക്വൽ ടു 1/4 കിലോഗ്രാം. അടുത്ത ഫ്ലോർ ഫോർ 1 റൊട്ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/4 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി അല്ലേ. അതായത് 12 റൊട്ടീസ് ഉണ്ടാക്കാൻ 1/4 കിലോഗ്രാം ഫ്ലോർ വേണമെങ്കിൽ 1 റൊട്ടി ഉണ്ടാക്കാൻ ഈ 1/4നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുന്നു? അത്രയും ഫ്ലോർ മതിയാവും. അപ്പോൾ എന്ത് കിട്ടും? 1/4 അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. 12ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/12. എന്ത് വരും? 1/48 എന്ന് കിട്ടി. അപ്പോൾ 1 റൊട്ടിക്ക് 1/48 കിലോഗ്രാം ഫ്ലോറാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫ്ലോർ ഫോർ 6 റൊട്ടീസ് എന്ത് വരും? ഒരെണ്ണം ഉണ്ടാക്കാൻ 1/48 കിലോഗ്രാം ആണെങ്കിൽ 6 റൊട്ടീസ് ഉണ്ടാക്കാൻ 6 × 1/48 ചെയ്താൽ മതി അല്ലേ. ഇസ് ഈക്വൽ ടു 6/48 എന്ന് കിട്ടും. നമുക്ക് കട്ട് ചെയ്യാം, 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. 6 ഡിവൈഡഡ് ബൈ 6 ഈസ് 1, 48 ഡിവൈഡഡ് ബൈ 6 ഈസ് 8. അപ്പോൾ നമുക്ക് 1/8 കിലോഗ്രാം ഫ്ലോറാണ് 6 റൊട്ടീസിന് വേണ്ടിയ ഫ്ലോർ. ഇനി വേറൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 12 റൊട്ടീസ് ആണ്, അതിൻ്റെ നേരെ ഹാഫാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1/4നെ എന്ത് ചെയ്താൽ മതി? 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1/4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആ ഒരു മെത്തേഡും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത 4th ക്വസ്റ്റ്യൻ. പ്രതിഗണിത എ ബുക്ക് റിട്ടൺ ബൈ ശ്രീധരാചാര്യ ഇൻ ദ 9th century CE mentioned this problem. Friend, after thinking, what sum will be obtained by adding together 1 divided by 1/6, 1 divided by 1/10, 1 divided by 1/13, 1 divided by 1/9 and 1 divided by 1/2. വാട്ട് ഷുഡ് ദ ഫ്രണ്ട് സേ? അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ദ സം ഒബ്റ്റെയിൻഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 1/6 പ്ലസ് എല്ലാത്തിനെയും നമ്മൾ പ്ലസ് ഇട്ട് എഴുതുന്നു. 1 ഡിവൈഡഡ് ബൈ 1/10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/13 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/9 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 ഇസ് ഈക്വൽ ടു ഈ 1 ഡിവൈഡഡ് ബൈ 1/6നെ എങ്ങനെ എഴുതാം? 1 അതുപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. 1/6ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 6/1. അപ്പോൾ നമുക്ക് 6 എന്ന് എഴുതാം. പ്ലസ് അടുത്തത് നമ്മൾ ഇതിനങ്ങ് ബ്രാക്കറ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അടുത്ത ഇതിനെ എങ്ങനെ എഴുതാം? 1 അതുപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. 1/10ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 10/1. അതിനെ നമ്മൾ 10 എന്ന് എഴുതുന്നു. അടുത്തത് 1 × 13 പ്ലസ് 1 × 9 പ്ലസ് 1 × 2 is equal to 1 × 6, 6 plus 10 plus 13 plus 9 plus 2. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 10 plus 6, 16, 16 plus 13, 29, 29 plus 9, 38, 38 plus 2, 40. Therefore, the friend should say that the sum is 40. മനസ്സിലായല്ലോ?
അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലാക്കി നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്നു. ഇനി അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. മീര ഈസ് റീഡിങ് എ നോവൽ ദാറ്റ് ഹാസ് 400 പേജസ്. 400 പേജസ് ഉള്ള ഒരു നോവല് മീര റീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഷീ റീഡ് 1/5 ഓഫ് ദി പേജസ് യെസ്റ്റർഡേ ആൻഡ് 3/10 ഓഫ് ദി പേജസ് ടുഡേ. ഈ 400 പേജസിലെ 1/5 പേജസ് യെസ്റ്റർഡേ റീഡ് ചെയ്തു. 3/10 അതായത് 400ൻ്റെ 3/10 ഇന്ന് റീഡ് ചെയ്തു. ഹൗ മെനി മോർ പേജസ് ഡസ് ഷീ നീഡ് ടു റീഡ് ടു ഫിനിഷ് ദ നോവൽ. അപ്പോൾ ഇനി ആ നോവല് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇനി എത്ര പേജും കൂടെ അവൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഇൻ ദ നോവൽ എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതിപ്പാം. ദി ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഇൻ ദ നോവൽ ഇസ് ഈക്വൽ ടു 400. ഇനി എന്താ പറഞ്ഞേ? യെസ്റ്റർഡേയിൽ അവൾ ഈ 400ൻ്റെ 1/5 റീഡ് ചെയ്തു. അപ്പോൾ ദ നമ്പർ ഓഫ് പേജസ് റീഡ് ബൈ മീര യെസ്റ്റർഡേ എത്രയാണ്? 1/5 ഓഫ് 400 എന്ന് പറയുന്നത് എന്താ? 1/5 ഓഫ് വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുക. 400 1/5 ഇൻറ്റു 400 ദാറ്റ് ഈസ് 400/5 എന്ത് വരും? 400/5 ചെയ്താൽ നമുക്ക് 80 എന്ന് കിട്ടും. അപ്പോൾ 80 പേജസ് ആണ് യെസ്റ്റർഡേയിൽ റീഡ് ചെയ്തത്. അടുത്ത ദ നമ്പർ ഓഫ് പേജസ് റീഡ് ബൈ മീര ടുഡേ. അപ്പോൾ ദ നമ്പർ ഓഫ് പേജസ് റീഡ് ബൈ മീര ഇത്രയും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത് കേട്ടോ. എത്രയാണ്? 3/10 ഓഫ് 400 പേജസിൽ 3/10 ആണ് റീഡ് ചെയ്തത്. അപ്പോൾ എന്ത് വരും? 3/10 ഇൻറ്റു 400. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സീറോയും ക്യാൻസൽ ചെയ്യാം കേട്ടോ. ഡിനോമിനേറ്ററിൽ 0 ഉണ്ട്, ന്യൂമറേറ്ററിലും 0 ഉണ്ടെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ എത്ര 0 ഉണ്ടോ അതനുസരിച്ച് ന്യൂമറേറ്ററിൽ 0യും ക്യാൻസൽ ചെയ്യാം. 4 3s are 12. ഇവിടെ ഒരു 0 ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 120 പേജസ് ആണ് മീര റീഡ് ചെയ്തത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഇനി ആ നോവല് ഫിനിഷ് ചെയ്യാൻ എത്ര പേജസോടെ അവൾ റീഡ് ചെയ്ത് തീർക്കണം അല്ലേ? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്റ്റർഡേയിലും ടുഡേയിലും റീഡ് ചെയ്ത നമ്പർ ഓഫ് പേജസ് ടോട്ടൽ നമ്പർ ഓഫ് പേജസിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ദ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഷീ നീഡ്സ് ടു റീഡ് ടു ഫിനിഷ് ദ നോവൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പേജസ് 400 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുന്നു? 80യും 120യും കൂടെ ആഡ് ചെയ്തിട്ട് 400ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ആഡ് ചെയ്യുന്നതിന് നിങ്ങളിവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 400 മൈനസ് 200 എന്ന് വരും. 80യും 120യും കൂടെ ആഡ് ചെയ്താൽ 200 ഇസ് ഈക്വൽ ടു 200 പേജസ് ഇനി അവൾ റീഡ് ചെയ്ത് തീർക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.